കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അധികാരം തിരിച്ചുപിടിക്കാൻ ഉറച്ച തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന കോൺഗ്രസ് നേതൃത്വം ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ അങ്ങേയറ്റം ജാഗ്രതയാണ് പുലർത്തുന്നത്. വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കേരളത്തിലുടനീളം വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവനിലും തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. കെ.പി.സി.സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഹൈക്കമാൻഡുമായി ചേർന്ന് തയ്യാറാക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്രതീക്ഷിത മുഖങ്ങളും പരിചയസമ്പന്നരും ഒരുപോലെ ഇടം പിടിക്കുന്നു. കൊച്ചിയിലെ രാജകീയ മണ്ഡലമായ തൃപ്പൂണിത്തറയിൽ ഇത്തവണ പോരാട്ടം മുൻപെങ്ങുമില്ലാത്ത വിധം കടുപ്പമേറിയതാണ്. നിലവിലെ എം.എൽ.എ ആയ കെ ബാബുവിനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം സ്വയം മാറി നിൽക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നെങ്കിലും മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനിവാര്യമാക്കുന്നു. ബി.ജെ.പി. നഗരസഭാ ഭരണം പിടിച്ചെടുത്തതും ഇടതുമുന്നണി തൃപ്പൂണിത്തറ തിരിച്ചുപിടിക്കാൻ ശക്തമായി കരുനീക്കങ്ങൾ നടത്തുന്നതും കോൺഗ്രസിനെ ചിന്തിപ്പിക്കുന്നു. കെ ബാബുവിനെ പോലൊരു ജനകീയ നേതാവിന് മാത്രമേ ഈ കടമ്പ കടക്കാൻ കഴിയൂ എന്ന് രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലുള്ള പ്രചാരണ സമിതി വിലയിരുത്തുന്നു. രമേശ് പിഷാരടി, എം ലിജു എന്നിവരുടെ പേരുകൾ ഇവിടെ ഉയർന്നു കേട്ടിരുന്നെങ്കിലും പരീക്ഷണങ്ങൾക്ക് മുതിരാതെ വിജയസാധ്യത എന്ന ഒറ്റ മാനദണ്ഡത്തിലാണ് നേതൃത്വം ഉറച്ചു നിൽക്കുന്നത്. പാലക്കാട് ജില്ലയിലെ രാഷ്ട്രീയം ഇത്തവണ ഏറെ കൗതുകകരമാണ്. ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് പോയതോടെ ഒഴിവ് വന്ന പാലക്കാട് നിയമസഭാ സീറ്റിലേക്ക് ആര് വരുമെന്നത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയായിരുന്നു. മുൻ IAS ഉദ്യോഗസ്ഥനായ കണ്ണൻ ഗോപിനാഥനെ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം ഗൗരവകരമാണ്. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹത്തിന് യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. പാർട്ടി ആവശ്യപ്പെട്ടാൽ താൻ പോരാട്ടത്തിന് തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു.